ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്ദന. കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ഈസി റെസിപ്പിയായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അധികം ഇൻഗ്രീഡിയൻസ് വേണ്ടാത്ത പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് മഷ്റൂം മലായി. ഒട്ടും വൈകാതെ തന്നെ നമുക്ക് മഷ്റൂം മലായി ഉണ്ടാക്കാം. ഇത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും മഷ്റൂമിൽ നല്ല അഴുക്കുണ്ട്. ഇത് നമുക്ക് നന്നായി ഒന്ന് കഴുകിയെടുക്കണം. കഴുകുമ്പോൾ അധിക സമയം വെള്ളത്തിൽ ഇട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് സമയം ഇട്ട് വെച്ചാൽ ഇത് വെള്ളം അബ്സോർബ് ചെയ്യും. വെള്ളത്തിൽ നിന്ന് എടുത്ത മഷ്റൂം ഒരു നല്ല തുണി വെച്ച് തുടച്ച് ഉണക്കിയതിന് ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 2 പഴുത്ത തക്കാളി, ഒരു പച്ചമുളക്, കുറച്ച് കാഷ്യൂ നട്ട്സ് അല്ലെങ്കിൽ ബദാം, ഇതിൽ 2 ആയാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒന്നായാലും കുഴപ്പമില്ല. ഇതെല്ലാം നന്നായി ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ഒരു പാൻ വച്ച് ചൂടാക്കി അതിലേക്ക് ഏതാണ്ട് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ 1 ടീസ്പൂൺ ജീരകം ചേർക്കാം. ജീരകം പൊട്ടിക്കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് കസൂരി മേത്തി കൂടെ തിരുമ്മി ചേർക്കാം. ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് തക്കാളി, പച്ചമുളക്, കാഷ്യൂ, ബദാം പേസ്റ്റ് ചേർക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇവിടെ നമുക്ക് ഓയിലൊക്കെ തെളിഞ്ഞ് കാണാം. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർക്കാം, നല്ലൊരു കളറ് കിട്ടാനായിട്ട്. കറിയുടെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് നന്നായിട്ട് ഓയിൽ തെളിഞ്ഞ് കാണാം. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം അല്ലെങ്കിൽ മലായി ചേർക്കുന്നുണ്ട്. ക്രീം ചേർത്ത് അധികം വൈകാതെ തന്നെ നമുക്കിനിയും എടുത്തു വച്ചിരിക്കുന്ന മഷ്റൂം ചേർക്കാം. മഷ്റൂം നമ്മുടെ ഗ്രേവിയായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 4-5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ മഷ്റൂം മലായി കറി റെഡിയാണ്. അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച്, അതായത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർക്കാം. ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിലേക്ക് അവസാനം കുറച്ച് മല്ലിയില കൂടെ ചേർക്കാം, അല്ലെങ്കിൽ കസൂരി മേത്തി ചേർക്കാം. ഈസി ആയിട്ടുള്ള നമ്മുടെ ഈ മഷ്റൂം മലായി റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.